വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ 100% ഓഹരികളും അനുബന്ധ സ്ഥാപനങ്ങളുടെ പൂർണ്ണ അധികാരങ്ങളും ഇന്ത്യയിലും വിദേശത്തുമുള്ള കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന മറ്റു സ്വത്തുക്കളും എന്റെ ഒരേയൊരു പേരക്കുട്ടിയായ ആദിത്യവർമ്മയ്ക്ക് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എയർ കണ്ടീഷൻ ചെയ്ത ആ വലിയ മുറിയിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഫാമിലി ലോയർ വിശ്വനാഥൻ മേനോന്റെ ശബ്ദം മുഴങ്ങി. 30കളുടെ തുടക്കത്തിൽ നിൽക്കുന്ന വില കൂടിയ സ്യൂട്ടണിഞ്ഞ ആദിത്യവർമ്മയുടെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. ഇതൊക്കെ എനിക്കല്ലാതെ പിന്നെ ആർക്ക്? അവന്റെ കണ്ണുകൾ അത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അവന്റെ അച്ഛന്റെയും അമ്മയുടെയും മരണശേഷം വർമ്മ കുടുംബത്തിൽ അവനല്ലാതെ മറ്റൊരാൾ ഉണ്ടായിരുന്നില്ല. മുത്തശ്ശി ലക്ഷ്മി അമ്മ കഴിഞ്ഞയാഴ്ച ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ആ സാമ്രാജ്യത്തിന്റെ അധിപൻ താൻ മാത്രമാകുമെന്ന് അവൻ ഉറപ്പായിരുന്നു. വിശ്വനാഥൻ മേനോൻ ഒന്നു നിർത്തി കണ്ണടയൊന്ന് നേരെയാക്കി. എന്നിട്ട് ആ പ്രമാണത്തിലേക്ക് വീണ്ടും നോക്കി. പക്ഷേ അതിനൊരു വ്യവസ്ഥയുണ്ട്. ആദിത്യന്റെ പുരികങ്ങൾ ചെറുതായൊന്നുയർന്നു. ഒരു വ്യവസ്ഥയോ? അതെന്തായിരിക്കാം? എന്റെ പേരക്കുട്ടി ആദിത്യവർമ്മ ഈ വിൽപ്പത്രം വായിക്കുന്ന തീയതി മുതൽ 1 വർഷത്തിനുള്ളിൽ വിവാഹിതനാകണം. വെറുമൊരു വിവാഹം പോരാ, അവൻ തിരഞ്ഞെടുത്ത പെൺകുട്ടിയോടൊപ്പം ഒരു കുടുംബസ്ഥനായി 1 വർഷം ജീവിക്കുകയും വേണം. ഈ കാലയളവിൽ അവൻ കമ്പനിയുടെ ദൈനംദിന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ഒരു സാധാരണ ഭർത്താവിനെപ്പോലെ തന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും വേണം. ഈ വ്യവസ്ഥകൾ പാലിച്ചാൽ മാത്രമേ വർമ്മ ഗ്രൂപ്പിന്റെ സ്വത്തുക്കൾ അവന് പൂർണ്ണമായും കൈമാറുകയുള്ളൂ. അല്ലാത്തപക്ഷം എന്റെ മരണശേഷം 1 വർഷം കഴിയുമ്പോൾ എന്റെ മുഴുവൻ സ്വത്തുക്കളും വർമ്മ ഫൗണ്ടേഷന്റെ കീഴിലുള്ള വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കുന്നതാണ്. മുറിയിൽ സൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത. ആദിത്യന്റെ മുഖത്തെ പുച്ഛച്ചിരി മാഞ്ഞുപോയിരുന്നു. പകരം അവിശ്വസനീയതയും പിന്നാലെ അടക്കാനാവാത്ത ദേഷ്യവും ഇരച്ചുകയറി. വാട്ട് ദ ഹെൽ ഇസ് ദിസ്? അവൻ കസേരയിൽ നിന്ന് ചാടിയെഴുന്നേറ്റു. ഇതൊരു തമാശയാണോ മിസ്റ്റർ മേനോൻ? എന്റെ മുത്തശ്ശിക്ക് ഭ്രാന്തായിരുന്നോ? ആദിത്യ, പ്ലീസ് ഇരിക്ക്, വിശ്വനാഥൻ മേനോൻ ശാന്തനായി പറഞ്ഞു. ഇത് ലക്ഷ്മി അമ്മയുടെ അവസാനത്തെ ആഗ്രഹമാണ്. ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ ഇനി നമുക്കാർക്കും സാധിക്കില്ല. വിവാഹമോ? ഞാനോ? അതും ഒരു കുടുംബസ്ഥനായി ജീവിക്കുകയോ? ഇംപോസിബിൾ. അവൻ മുടിയിഴകളിലൂടെ വിരലോടിച്ചു. ജീവിതം ആഘോഷിക്കാൻ മാത്രമുള്ളതാണെന്ന് വിശ്വസിക്കുന്ന, ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് പാർട്ടികളിൽ മുഴുകി ജീവിക്കുന്ന അവനോടാണ് വിവാഹം കഴിച്ച് അടങ്ങിയൊതുങ്ങി ജീവിക്കാൻ പറയുന്നത്. മുത്തശ്ശിയുടെ സ്നേഹം അവൻ അറിയാമായിരുന്നു. പക്ഷേ ഈ ചതി അവൻ പ്രതീക്ഷിച്ചില്ല. 1 വർഷം ആദിത്യ, വെറും 365 ദിവസം. നിനക്കതിന് സാധിക്കും. മേനോൻ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എനിക്ക് സാധിക്കില്ല. എനിക്കിതിന് താൽപ്പര്യമില്ല. ഏതു പെണ്ണിന്റെ കഴുത്തിലാണ് ഞാൻ എന്റെ ജീവിതം കെട്ടിയിടേണ്ടത്? എനിക്കെന്റെ സ്വാതന്ത്ര്യമാണ് വലുത്. സ്വാതന്ത്ര്യമോ അതോ ഈ കാണുന്ന ആയിരക്കണക്കിന് കോടിയുടെ സാമ്രാജ്യത്തിന്റെ അധിപനാകുന്നതോ നിനക്ക് വലുത്? മേനോന്റെ ചോദ്യം ഒരു കൂരമ്പ് പോലെ അവനിൽ തറച്ചു. അവനൊന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. അവന്റെ കാർ നഗരത്തിലെ തിരക്കിനെ വകഞ്ഞുമാറ്റി പാഞ്ഞു പോകുമ്പോൾ അവന്റെ മനസ്സിൽ ഒരേയൊരു ചിന്തയായിരുന്നു: ഈ കെണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? വർമ്മ ഗ്രൂപ്പിന്റെ ആഡംബരങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെ നഗരത്തിലെ ഒരു സാധാരണ ഹോസ്റ്റൽ മുറിയിൽ ഗീതാഞ്ജലി എന്ന ഗീതു തന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണിതയായി വന്നിരുന്നതേയുണ്ടായിരുന്നുള്ളൂ. മൊബൈൽ ഫോൺ എടുത്തപ്പോൾ വീട്ടിൽ നിന്ന് 5-6 മിസ്ഡ് കോളുകൾ. അവൾ തിരിച്ചു വിളിച്ചു. ഹലോ അമ്മേ. ഗീതു, നീയെന്താ മോളെ ഫോൺ എടുക്കാതിരുന്നത്? ഇവിടെ അച്ഛന് നെഞ്ചുവേദന വീണ്ടും കൂടി. ഡോക്ടറെ കാണിച്ചു. എത്രയും പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണമെന്നാ പറയുന്നത്. അതിന് ഒരുപാട് പണം വേണം. അമ്മയുടെ ശബ്ദം ഇടറിയിരുന്നു. ഗീതുവിന്റെ നെഞ്ചിലൊരു ഭാരം കയറിയിരുന്നു. അവളുടെ തുച്ഛമായ നഴ്സിന്റെ ശമ്പളം കൊണ്ട് വീട്ടുചെലവുകളും അനിയന്റെ പഠിപ്പും കഷ്ടിച്ചാണ് നടന്നുപോകുന്നത്. ഇതിനിടയിൽ ഓപ്പറേഷനുള്ള പണം എങ്ങനെ കണ്ടെത്തും? അമ്മ വിഷമിക്കാതെ. ഞാൻ എന്തെങ്കിലും വഴി കണ്ടെത്താം. അച്ഛനോട് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയണം. അവൾ അമ്മയെ ആശ്വസിപ്പിച്ചു. ഫോൺ വച്ചപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കഴിഞ്ഞ 6 മാസമായി അവൾ ലക്ഷ്മിയമ്മയുടെ കെയർടേക്കറായിരുന്നു. ആ പ്രായത്തിലും സ്നേഹവും വാത്സല്യവും മാത്രം നൽകിയിരുന്ന ആ മുത്തശ്ശിയുടെ മരണം അവളെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. അവരുടെ കൂടെയുണ്ടായിരുന്നപ്പോൾ സാമ്പത്തികമായി അല്പം മെച്ചമായിരുന്നു. ഇപ്പോൾ ആ ജോലിയും പോയി. പുതിയൊരു ജോലി കണ്ടെത്തണം. അതിനിടയിൽ അച്ഛന്റെ ഓപ്പറേഷനും. അവൾ ലക്ഷ്മിയമ്മയെ ഓർത്തു. എത്ര നല്ല സ്ത്രീയായിരുന്നു അവർ. അവസാന നാളുകളിൽ പോലും അവർ തന്നോട് സംസാരിച്ചത് ആദിത്യനെക്കുറിച്ചായിരുന്നു. എന്റെ മോനൊരു പാവമാകീതു. പുറമേ കാണുന്ന ദേഷ്യമോ വാശിയോ ഒന്നുമല്ല അവന്റെ ഉള്ളിൽ. സ്നേഹിക്കാൻ ആരുമില്ലാതെ ഒറ്റപ്പെട്ടുപോയതാ. അവനൊരു നല്ല കൂട്ട് കിട്ടിയിരുന്നെങ്കിൽ. അവരുടെ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങി. ആദിത്യനെ അവൾക്ക് നന്നായി അറിയാം. മുത്തശ്ശിയെ കാണാൻ വല്ലപ്പോഴും വരുമ്പോൾ കാണിക്കുന്ന ധാർഷ്ട്യവും പുച്ഛവും അവൾ പലതവണ കണ്ടിട്ടുള്ളതാണ്.
തങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ മനുഷ്യരായി പോലും അയാൾ കാണാറില്ല. എന്തൊരു വിധി, അവൾ നെടുവീർപ്പിട്ടു. കടം വാങ്ങാൻ പോലും ഇനി ആരുമില്ല. എന്തു ചെയ്യുമെന്നറിയാതെ അവൾ ആ ഇരുണ്ട മുറിയിലിരുന്നു കരഞ്ഞു. 2 ദിവസങ്ങൾക്ക് ശേഷം ഗീതു ജോലി അന്വേഷിച്ചിറങ്ങിയ ഒരു വൈകുന്നേരം അവളുടെ ഹോസ്റ്റലിന് മുന്നിൽ ഒരു കറുത്ത ബെൻസ് കാർ വന്നു നിന്നു. അതിൽ നിന്നിറങ്ങി വന്ന ആളെ കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. ആദിത്യവർമ്മ. അവളുടെ ഹൃദയം പെരുമ്പറ കൊട്ടാൻ തുടങ്ങി. ഇയാൾ എന്തിനാണിവിടെ? ഗീതാഞ്ജലി. അവൻ കൂളിംഗ് ഗ്ലാസ് ഊരിമാറ്റി അവളെ നോക്കി. അതെ. അവൾ വിക്കി. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഒരു 5 മിനിറ്റ്. അവൾക്ക് ഒന്നും മനസ്സിലായില്ല. എങ്കിലും അവൾ തലയാട്ടി. അടുത്തുള്ള ഒരു ചെറിയ കഫേയിൽ അവർ ഇരുന്നു. നോക്ക്, ഞാൻ കാര്യത്തിലേക്ക് വരാം. എനിക്ക് നിന്റെ ഒരു സഹായം വേണം, അവൻ മുഖവുരയില്ലാതെ പറഞ്ഞു. ഗീതു സംശയത്തോടെ അവനെ നോക്കി. എന്റെ സഹായമോ? നിങ്ങൾക്ക്? അതെ. നീ എന്റെ മുത്തശ്ശിയുടെ വിൽപ്പത്രത്തെക്കുറിച്ച് കേട്ടോ എന്നെനിക്കറിയില്ല. എനിക്കെന്റെ സ്വത്തുക്കൾ കിട്ടണമെങ്കിൽ ഞാൻ വിവാഹം കഴിച്ച് 1 വർഷം ജീവിക്കണം. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. അതിന് ഞാൻ എന്തു വേണം? നീ എന്റെ ഭാര്യയായി അഭിനയിക്കണം 1 വർഷത്തേക്ക്. അവൾ കേട്ടത് വിശ്വസിക്കാനായില്ല. ഒരു നിമിഷത്തെ സ്തംഭനാവസ്ഥയ്ക്ക് ശേഷം അവളിൽ നിന്ന് ചിരിയാണ് വന്നത്. നിങ്ങൾക്ക് തലയ്ക്ക് വല്ല അസുഖവുമുണ്ടോ? ആദിത്യന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. കളിയാക്കുകയാണോ നീ? ഞാൻ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ സീരിയസ് ആണെങ്കിൽ എനിക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നുണ്ടാവും. ഞാനോ നിങ്ങളുടെ ഭാര്യയായി അഭിനയിക്കുകയോ? എന്നെ കണ്ടാൽ എങ്ങനെയുണ്ട്? അവൾ എഴുന്നേറ്റു. എന്നെ വെറുതെ വിടണം. ഇരിക്കെ. അവന്റെ ശബ്ദം കനത്തു. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്ക്. ഇതൊരു അഭിനയം മാത്രമാണ്. ഒരു ബിസിനസ് ഡീൽ. ഇതിന് നിനക്ക് ഞാൻ 50 ലക്ഷം രൂപ തരും. 50 ലക്ഷം. ആ തുക കേട്ട് അവൾ ഒരു നിമിഷം നിശ്ചലയായി. അച്ഛന്റെ ഓപ്പറേഷനും കടങ്ങൾ വീട്ടാനും ആ തുക ധാരാളമായിരുന്നു. പക്ഷേ വേണ്ട, അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എനിക്ക് നിങ്ങളുടെ പണം വേണ്ട. എന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റില്ല. അവളുടെ അഭിമാനം അവളെ അതിനനുവദിച്ചില്ല. 1 കോടി, അവൻ അടുത്ത വില പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ ഒരു നിമിഷത്തേക്ക് ഒരു പ്രകാശം മിന്നിമറഞ്ഞെങ്കിലും അവൾ മുഖം തിരിച്ചു. നിങ്ങൾ എത്ര കോടികൾ തരാമെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ ജീവിതം വെച്ച് അഭിനയിക്കാനില്ല. ദയവായി എന്നെ എന്റെ വഴിക്ക് വിടൂ. അതും പറഞ്ഞ് അവൾ ആ കഫേയിൽ നിന്നിറങ്ങി നടന്നു. ആദിത്യൻ ദേഷ്യത്തോടെ മേശയിൽ ആഞ്ഞിടിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെണ്ണ് അവന്റെ മുഖത്തു നോക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അവന്റെ ഈഗോ വല്ലാതെ മുറിവേറ്റു. നിന്നെ ഞാൻ സമ്മതിപ്പിക്കും ഗീതാഞ്ജലി. നിനക്ക് എന്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വരും, അവൻ മനസ്സിൽ കുറിച്ചു. ആദിത്യൻ വെറുമൊരു വാക്കുകൊടുത്ത് പിന്മാറുന്നവനല്ലായിരുന്നു. അവന്റെ ആവശ്യം നിരസിച്ച ഗീതാഞ്ജലിയോടുള്ള വാശി അവനിൽ കൂടി വന്നു. അവൾക്ക് പണം അത്യാവശ്യമാണെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ അവളുടെ അഭിമാനം അതിന് തടസ്സമാണെന്നും അവൻ മനസ്സിലാക്കി. അതുകൊണ്ട് അവൻ മറ്റൊരു വഴി തിരഞ്ഞെടുത്തു. അടുത്ത ദിവസം രാവിലെ ഗീതുവിന്റെ ഫോണിലേക്ക് അവളുടെ അമ്മയുടെ പരിഭ്രമിച്ചുകൊണ്ടുള്ള വിളിയെത്തി. മോളെ, അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ബർമ്മ ഗ്രൂപ്പിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്നൊരു ആംബുലൻസ് വന്നു കൊണ്ടുപോയതാ. ആരോ എല്ലാത്തിനും പണമടച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആരാണെന്നൊന്നും അറിയില്ല. ഗീതുവിന്റെ തല കറങ്ങുന്നതുപോലെ തോന്നി. വർമ്മ ഗ്രൂപ്പിന്റെ ഹോസ്പിറ്റലോ? അവൾ ഉടൻ തന്നെ അങ്ങോട്ട് പാഞ്ഞു. അവിടെ എമർജൻസി വാർഡിന് പുറത്ത് അവളുടെ അമ്മയും അനിയനും നിൽക്കുന്നുണ്ടായിരുന്നു. അച്ഛനെ ICUവിലേക്ക് മാറ്റിയിരുന്നു. എന്താണുണ്ടായത് അമ്മേ? അറിയില്ല മോളെ. രാവിലെ അച്ഛന് കലശലായ വേദന വന്നു. നമ്മൾ എന്തു ചെയ്യുമെന്നറിയാതെ ഇരിക്കുമ്പോഴാ ഈ ആംബുലൻസ് വന്നത്. അവര് പറഞ്ഞു, ഗീതാഞ്ജലിയുടെ അച്ഛനല്ലേ, എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ടെന്ന്. ഗീതുവിന് കാര്യം മനസ്സിലായി. ഇത് ആരുടെ കളിയാണെന്ന് അവൾക്ക് വ്യക്തമായിരുന്നു. അവൾ ദേഷ്യത്തിൽ വിറച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. ഹോസ്പിറ്റലിന്റെ ലോബിയിൽ ഒരു രാജാവിനെപ്പോലെ കാലിന്മേൽ കാൽ കയറ്റിവെച്ച് അവൻ ഇരിക്കുന്നുണ്ടായിരുന്നു ആദിത്യവർമ്മ. അവൾ നേരെ അവന്റെ അടുത്തേക്ക് ചെന്നു. നിങ്ങളെന്താ വിചാരിച്ചത്? എന്റെ നിസ്സഹായത മുതലെടുക്കാമെന്നോ? എന്റെ അച്ഛനെ വെച്ച് വിലപേശാൻ മാത്രം തരം താഴ്ന്നവനാണോ നിങ്ങൾ? അവൻ ശാന്തനായി അവളെ നോക്കി. ഞാൻ വിലപേശുകയല്ല, സഹായിക്കുകയാണ് ചെയ്തത്. നിന്റെ അച്ഛനെ ഏറ്റവും നല്ല ചികിത്സയാണ് ഇപ്പോൾ കിട്ടുന്നത്. നിന്നെക്കൊണ്ട് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ചികിത്സ. ഈ സഹായത്തിന് പകരമായി ഞാൻ എന്തു വേണമെന്ന് നിങ്ങൾ പറയാതെ തന്നെ എനിക്കറിയാം. പക്ഷേ ഇതിന്റെ ആവശ്യമില്ല. എന്റെ അച്ഛനെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റും. അതിന് നിന്റെ കയ്യിൽ പണമുണ്ടോ? അവന്റെ ചോദ്യം ഒരു ചാട്ടവാറടി പോലെയായിരുന്നു. ഈ ഹോസ്പിറ്റലിലെ ഒരു ദിവസത്തെ ICU ചാർജ് എത്രയാണെന്ന് നിനക്കറിയാമോ? ഓപ്പറേഷന്റെ കാര്യം ഞാൻ പറയുന്നില്ല. നിന്റെ അച്ഛന്റെ ജീവനാണോ വലുത്, അതോ നിന്റെ ഈഗോ ആണോ? അവൾക്ക് മറുപടിയില്ലായിരുന്നു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. ജീവിതത്തിൽ ഇത്രയധികം നിസ്സഹായയായി അവൾക്ക് തോന്നിയിട്ടില്ല. തീരുമാനിക്ക്, അവൻ എഴുന്നേറ്റു.
ഞാൻ നിനക്ക് 2 ദിവസം സമയം തരാം. ഒന്നുകിൽ എന്റെ ഭാര്യയായി അഭിനയിക്കാൻ സമ്മതിക്കുക, അല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ ചികിത്സ പാതിവഴിയിൽ നിന്നു പോകുന്നത് കണ്ടു നിൽക്കുക. ദ ചോയ്സ് ഇസ് യോഴ്സ്. അവളെ ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് അവൻ പുറത്തേക്ക് നടന്നുപോയി. ഗീതു തളർന്ന് അടുത്തുള്ള കസേരയിലേക്കിരുന്നു. ആദിത്യൻ ഒരുക്കിയ കെണിയിൽ അവൾ പൂർണ്ണമായും അകപ്പെട്ടിരുന്നു. അടുത്ത 2 ദിവസങ്ങൾ ഗീതുവിന് നരകതുല്യമായിരുന്നു. ഒരു വശത്ത് അച്ഛന്റെ ജീവൻ, മറുവശത്ത് സ്വന്തം ആത്മാഭിമാനം. അവൾ ഒരുപാട് ചിന്തിച്ചു. ഒടുവിൽ അവൾക്കൊരു തീരുമാനമെടുക്കേണ്ടി വന്നു. അച്ഛന്റെ ജീവനേക്കാൾ വലുതായി അവൾക്കൊന്നുമില്ലായിരുന്നു. അവൾ ആദിത്യനെ വിളിച്ചു. ഞാൻ സമ്മതിച്ചു. അവളുടെ ശബ്ദം നേർത്തിരുന്നു. ഫോണിന്റെ മറുവശത്ത് ആദിത്യന്റെ ചുണ്ടിൽ ഒരു വിജയച്ചിരി വിരിഞ്ഞു. ഗുഡ് ഡിസിഷൻ. നാളെ രാവിലെ എന്റെ ഓഫീസിലേക്ക് വാ. നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. പിറ്റേന്ന് രാവിലെ വർമ്മ ഗ്രൂപ്പിന്റെ തലയെടുപ്പുള്ള ആസ്ഥാന മന്ദിരത്തിലെ ഏറ്റവും മുകളിലത്തെ നിലയിലുള്ള ആദിത്യന്റെ ഓഫീസിൽ അവളിരുന്നു. അപ്പോൾ നിനക്കെന്റെ ഓഫർ സ്വീകാര്യമാണ്, അവൻ പറഞ്ഞു. അതെ, പക്ഷെ എനിക്കും ചില വ്യവസ്ഥകളുണ്ട്, അവൾ മുഖവുരയില്ലാതെ പറഞ്ഞു. അവളുടെ കണ്ണുകളിലെ ഭയം മാഞ്ഞ് പകരം ഒരുതരം ഉറപ്പ് വന്നിരുന്നു. ഓഹോ, നിനക്കും വ്യവസ്ഥകളോ? കൊള്ളാമല്ലോ. പറ, കേൾക്കട്ടെ. 1. ഇതൊരു കരാർ മാത്രമാണ്. 1 വർഷത്തേക്കുള്ള ബിസിനസ് ഡീൽ. ഇതിൽ വ്യക്തിപരമായ ഒന്നിനും സ്ഥാനമില്ല. 2. ആവശ്യമില്ലാതെ എന്റെ ശരീരത്തിൽ തൊടാനോ എന്നോട് അപമര്യാദയായി പെരുമാറാനോ പാടില്ല. 3. കരാർ ഒപ്പിട്ടാലുടൻ നിങ്ങൾ വാഗ്ദാനം ചെയ്ത 1 കോടി രൂപ എന്റെ അക്കൗണ്ടിലേക്ക് മാറ്റണം. എന്റെ അച്ഛന്റെ ചികിത്സയ്ക്കും കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കും വേണ്ടിയാണത്. 4. 1 വർഷം കഴിയുമ്പോൾ നമ്മൾ 2 വഴിക്ക് പിരിയും. പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ഞാനോ എന്റെ ജീവിതത്തിൽ നിങ്ങളോ ഉണ്ടാകില്ല. 5. ഈ കരാറിനെക്കുറിച്ച് എന്റെ വീട്ടുകാർ അറിയരുത്. നമ്മൾ പ്രണയിച്ച് വിവാഹം കഴിക്കുകയാണെന്ന് മാത്രമേ അവരറിയാവൂ. ആദിത്യൻ അവളുടെ ഓരോ വ്യവസ്ഥകളും ശ്രദ്ധയോടെ കേട്ടു. അവന്റെ മുഖത്ത് അത്ഭുതം നിറഞ്ഞിരുന്നു. ഈ പെൺകുട്ടി അവൻ വിചാരിച്ചതുപോലെ ഒരു പാവമല്ലെന്ന് അവന് തോന്നി. ഓക്കേ, അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. എല്ലാ വ്യവസ്ഥകളും എനിക്ക് സമ്മതമാണ്. വിശ്വനാഥൻ മേനോൻ തയ്യാറാക്കിയ കരാർ പത്രങ്ങൾ അവരുടെ മുന്നിലേക്ക് വന്നു. 2 പേരും ഒപ്പുവെച്ചു. ഗീതാഞ്ജലി എന്ന സാധാരണ നഴ്സ് നിയമപരമായി 1 വർഷത്തേക്ക് ആദിത്യവർമ്മയുടെ ഭാര്യയായി അഭിനയിക്കാൻ തയ്യാറായി. വെൽക്കം ടു മൈ വേൾഡ്, മിസസ് ഗീതാഞ്ജലി ആദിത്യവർമ്മ, അവൻ കൈകൊടുത്തുകൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞു. അവൾ അവന്റെ കൈകളിൽ പിടിച്ചെങ്കിലും കണ്ണുകളിലേക്ക് നോക്കിയില്ല. ഒരു പുതിയ യുദ്ധം തുടങ്ങുകയായിരുന്നു. അധ്യായം 6. വർമ്മ മാൻഷനിലേക്ക്. കരാർ ഒപ്പിട്ടതിന്റെ പിറ്റേ ദിവസം തന്നെ ഗീതുവിന് ഹോസ്റ്റൽ ഒഴിയേണ്ടി വന്നു. ആദിത്യന്റെ ഡ്രൈവർ വന്ന് അവളെ വർമ്മ മാൻഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഏക്കറുകളോളം പരന്നുകിടക്കുന്ന ആ കൊട്ടാരസദൃശമായ വീടിന്റെ ഗേറ്റ് കടന്നപ്പോൾ അവൾക്ക് ശ്വാസം വിലങ്ങുന്നതുപോലെ തോന്നി. അകത്തേക്ക് കയറിയപ്പോൾ അവിടത്തെ ആഡംബരം അവളെ അത്ഭുതപ്പെടുത്തി. വില കൂടിയ ഫർണിച്ചറുകൾ, ഭിത്തികളിൽ തൂങ്ങുന്ന വലിയ പെയിന്റിങ്ങുകൾ, തലയെടുപ്പുള്ള തൂണുകൾ എല്ലാം അവൾക്ക് അപരിചിതമായിരുന്നു. വീട്ടിലെ പ്രധാന കാര്യസ്ഥനായ രാമുചേട്ടൻ അവളെ സ്വീകരിച്ചു. ഗീതുകുട്ടിക്ക് മുകളിലത്തെ നിലയിൽ മുറിയൊരുക്കിയിട്ടുണ്ട്. അവൾ മുകളിലേക്ക് നടക്കുമ്പോൾ വീട്ടിലെ ജോലിക്കാർ അവളെ തുറച്ചുനോക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. അവരുടെ നോട്ടത്തിൽ ആകാംക്ഷയും സംശയവും കലർന്നിരുന്നു. അവരുടെ മുറി ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ സ്യൂട്ട് പോലെ വിശാലമായിരുന്നു. ഒരു വലിയ കിടക്ക, ഡ്രസ്സിംഗ് ടേബിൾ, ഒരു ചെറിയ ലിവിംഗ് ഏരിയ, കൂടാതെ പൂന്തോട്ടത്തിലേക്ക് തുറക്കുന്ന ഒരു ബാൽക്കണിയും. ഇനി മുതൽ ഇതാണ് നിന്റെ മുറി, വാതിൽക്കൽ ചാരി നിന്നുകൊണ്ട് ആദിത്യൻ പറഞ്ഞു. അപ്പുറത്തെ മുറിയാണ് എന്റേത്. ഓർമ്മയുണ്ടല്ലോ, നമ്മൾ തമ്മിൽ ഒരു കരാർ മാത്രമേയുള്ളൂ. എന്റെ കാര്യങ്ങളിൽ ഇടപെടരുത്. നിന്റെ കാര്യങ്ങളിൽ ഞാനും ഇടപെടില്ല. എനിക്കോർമ്മയുണ്ട്, അവൾ ഹാലങ്ങമായി മറുപടി നൽകി. പിന്നെ താഴെയുള്ള ജോലിക്കാർക്ക് സംശയം തോന്നുന്ന രീതിയിൽ പെരുമാറരുത്. അവർക്ക് മുന്നിൽ നമ്മൾ പ്രണയ ജോഡികളാണ്. മനസ്സിലായി? അവൻ പോയതിനുശേഷം അവൾ ആ മുറിയിലാകെ കണ്ണോടിച്ചു. ഈ വലിയ വീട്ടിൽ, ഈ ആഡംബരങ്ങൾക്ക് നടുവിൽ അവൾ തീർത്തും ഒറ്റപ്പെട്ടതുപോലെ തോന്നി. അവൾ ബാൽക്കണിയിലേക്ക് നടന്നു. താഴെ മനോഹരമായി പരിപാലിക്കുന്ന പൂന്തോട്ടം കാണാമായിരുന്നു. അവൾ ദീർഘമായി നിശ്വസിച്ചു. 1 വർഷം എങ്ങനെയും പിടിച്ചു നിൽക്കണം. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ അവർക്കിടയിൽ മഞ്ഞുപോലെ തണുത്തതായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ വെച്ച് കാണുന്നതല്ലാതെ അവർ തമ്മിൽ സംസാരിച്ചില്ല. അവൻ അവന്റെ ബിസിനസ് തിരക്കുകളിലും അവൾ അവളുടെ ചിന്തകളിലും മുഴുകി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആദിത്യൻ അവളോട് പറഞ്ഞു, നാളെ വൈകുന്നേരം വീട്ടിൽ ഒരു ചെറിയ പാർട്ടിയുണ്ട്. എന്റെ ചില അടുത്ത ബിസിനസ് സുഹൃത്തുക്കളും പിന്നെ കുറച്ച് ബന്ധുക്കളും വരും. നിന്നെ എല്ലാവർക്കും പരിചയപ്പെടുത്തണം. ഗീതുവിന്റെ നെഞ്ചിടിച്ചു. ഇതാണ് ആദ്യത്തെ പരീക്ഷണം. അവർ നമ്മളോട് പലതും ചോദിക്കും. നമ്മൾ എങ്ങനെ കണ്ടുമുട്ടി, എപ്പോൾ പ്രണയത്തിലായി എന്നൊക്കെ. അതിനൊരു കഥ വേണ്ടേ? അവൾ ചോദിച്ചു. വേണം.
ലെറ്റ്സ് ക്രിയേറ്റ് വൺ, അവൻ പറഞ്ഞു. അന്ന് രാത്രി അവർ അവരുടെ പ്രണയകഥ മെനയാൻ തുടങ്ങി. നമ്മൾ കണ്ടുമുട്ടിയത് മുത്തശ്ശിയുടെ അടുത്തുവെച്ചാണ്. നിന്നെ എനിക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടമായി, ആദിത്യൻ തുടങ്ങി. അതൊന്നും വേണ്ട, കുറച്ചുകൂടി വിശ്വസനീയമായ എന്തെങ്കിലും വേണം, ഗീതു ഇടയ്ക്ക് കയറി. നിങ്ങളൊരു ധിക്കാരിയാണ്. എന്നെപ്പോലൊരു സാധാരണ പെൺകുട്ടിയെ നിങ്ങൾ ആദ്യ കാഴ്ചയിൽ ഇഷ്ടപ്പെടുകയൊന്നുമില്ല. അവളുടെ മറുപടി കേട്ട് ആദിത്യന് ദേഷ്യം വന്നു. പിന്നെ നീ തന്നെ പറ. നമ്മൾ മുത്തശ്ശിയുടെ കാര്യങ്ങൾ പറഞ്ഞ് എപ്പോഴും വഴക്കായിരുന്നു. നിങ്ങളുടെ ധാർഷ്ട്യം എനിക്കിഷ്ടമല്ലായിരുന്നു. എന്റെ നേരെ വാ, നേരെ പോ സ്വഭാവം നിങ്ങൾക്കും. പതിയെ പതിയെ ആ വഴക്കുകൾക്കിടയിൽ എപ്പോഴോ നമ്മൾ പരസ്പരം മനസ്സിലാക്കി തുടങ്ങി. അങ്ങനെയാവട്ടെ കഥ. ആദിത്യൻ അവളെ അത്ഭുതത്തോടെ നോക്കി. നോട്ട് ബാഡ്. നിനക്ക് കഥയൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലോ. പാർട്ടിയുടെ ദിവസം ഗീതു മനോഹരമായ ഒരു സാരിയുടുത്ത് താഴേക്ക് വന്നു. അവളെ കണ്ടപ്പോൾ ആദിത്യൻ ഒരു നിമിഷം നോക്കി നിന്നുപോയി. അവൾ സുന്ദരിയായിരുന്നു. പാർട്ടിയിൽ വെച്ച് ആദിത്യൻ അവളെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. മീറ്റ് ഗീതാഞ്ജലി, മൈ ഫായൻസി. എല്ലാവരും അവരെ അഭിനന്ദിച്ചു. എന്നാൽ ആദിത്യന്റെ അമ്മാവന്റെ മകനായ വിക്രം വർമ്മയുടെ നോട്ടം അത്ര ശരിയായിരുന്നില്ല. പണ്ടുമുതലേ ആദിത്യനോട് അസൂയയും സ്വത്തിൽ കണ്ണുമുള്ളവനായിരുന്നു വിക്രം. അപ്പോൾ ഇതാണ് ആ ഭാഗ്യവതി. വിക്രം പുഞ്ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്നു. എങ്ങനെയാണ് നിങ്ങൾ കണ്ടുമുട്ടിയത്? ആദിയെപ്പോലൊരു പ്ലേബോയിയെ നിന്നെപ്പോലൊരു സിമ്പിൾ പെൺകുട്ടി എങ്ങനെ വീഴ്ത്തി? അവന്റെ ചോദ്യത്തിൽ പരിഹാസം നിറഞ്ഞിരുന്നു. ആദിത്യൻ മറുപടി പറയുന്നതിനു മുൻപ് ഗീതു ശാന്തമായി പറഞ്ഞു, ചിലർക്ക് വീഴ്ത്താൻ മാത്രമല്ല, സ്നേഹം കൊണ്ട് നേരെയാക്കാനും അറിയാം വിക്രമേട്ട. അവളുടെ മറുപടി വിക്രമിന്റെ മുഖം കറുപ്പിച്ചു. ആദിത്യൻ ഞെട്ടലോടെ അവളെ നോക്കി. ഈ പെൺകുട്ടി അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പാർട്ടിയിലുടനീളം അവൾ വളരെ ആത്മവിശ്വാസത്തോടെ പെരുമാറി. തന്ത്രപരമായ ചോദ്യങ്ങൾക്ക് ബുദ്ധിപരമായ മറുപടി നൽകി. അന്ന് രാത്രി പാർട്ടി കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ ആദിത്യൻ അവളോട് പറഞ്ഞു, താങ്ക്സ്, ഇന്ന് നീ നന്നായി കൈകാര്യം ചെയ്തു. അവന്റെ വാക്കുകളിലെ ആത്മാർത്ഥത അവൾ തിരിച്ചറിഞ്ഞു. അവൾ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു. ഒരുപക്ഷേ ഈ കരാർ ജീവിതം അത്ര മോശമാകില്ലായിരിക്കാം. പക്ഷേ വിക്രമിന്റെ സംശയം നിറഞ്ഞ കണ്ണുകൾ ഒരു അപകടസൂചന നൽകുന്നുണ്ടായിരുന്നു. അധ്യായം 8. അപ്രതീക്ഷിത ട്വിസ്റ്റ്. പാർട്ടി കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടു. ആദിത്യൻ കമ്പനി കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു. ഗീതുവാകട്ടെ ആ വലിയ വീട്ടിലെ ഏകാന്തതയുമായി പൊരുത്തപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അച്ഛന്റെ ഓപ്പറേഷൻ വിജയകരമായി കഴിഞ്ഞതിന്റെ ആശ്വാസം അവൾക്കുണ്ടായിരുന്നു. അവർക്കിടയിലെ മഞ്ഞുരുകി തുടങ്ങിയിരുന്നില്ലെങ്കിലും പരസ്പരം ഒരു ബഹുമാനം രൂപപ്പെട്ടു തുടങ്ങിയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാവിലെ വിശ്വനാഥൻ മേനോൻ വർമ്മ മാൻഷനിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് ഗൗരവവും എന്നാൽ ഒളിപ്പിച്ചുവെച്ച ഒരു ചിരിയുമുണ്ടായിരുന്നു. ആദിത്യ, ഗീതാഞ്ജലി, നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്താണ് അങ്കിൾ? ആദിത്യൻ ചോദിച്ചു. മേനോൻ ഒരു കവർ അവന് നേരെ നീട്ടി. ഇതൊന്ന് വായിക്കൂ. അതൊരു കത്തായിരുന്നു. ആദിത്യൻ അത് തുറന്നു വായിക്കാൻ തുടങ്ങി. അവന്റെ മുഖം വിവർണമാകുന്നത് ഗീതു ശ്രദ്ധിച്ചു. ദിസ് ഇസ് ഇംപോസിബിൾ, അവൻ അലറി. ഇതെങ്ങനെ സംഭവിക്കും? എന്താ ആദിത്യ, എന്താ കത്തിൽ? ഗീതു ആകാംക്ഷയോടെ ചോദിച്ചു. അവൻ ആ കത്ത് അവൾക്ക് നേരെ എറിഞ്ഞു. അവൾ അതെടുത്ത് വായിച്ചു. അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. അത് ലക്ഷ്മിയമ്മയുടെ കൈപ്പടയായിരുന്നു. കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു: പ്രിയപ്പെട്ട ആദിത്യനും ഗീതുവിനും, ഞാൻ മരിച്ചിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടുമെന്നെനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം. നിന്നെ നേർവഴിക്ക് നടത്താൻ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു ആദിത്യ. എന്റെ മരണവാർത്ത ഒരു നാടകമായിരുന്നു. നിന്നെ ഒരു ഉത്തരവാദിത്തമുള്ളവനാക്കാൻ ഞാൻ കണ്ടെത്തിയ ഒരു വഴി. ഇപ്പോൾ ഞാൻ നമ്മുടെ തറവാട്ടു വീട്ടിലുണ്ട്, വയനാട്ടിൽ. വിൽപത്രത്തിലെ വ്യവസ്ഥകൾക്ക് ഒരു ചെറിയ മാറ്റം കൂടി വരുത്തുകയാണ്. നിങ്ങൾ രണ്ടുപേരും എന്റെ ഭാര്യാഭർത്താക്കന്മാരായി ഈ നിമിഷം ഇങ്ങോട്ട് പുറപ്പെടണം. ബാക്കിയുള്ള ഒരു വർഷം നിങ്ങൾ എന്റെ കൺമുന്നിൽ ജീവിക്കണം. എനിക്ക് കാണണം എന്റെ പേരക്കുട്ടി എങ്ങനെയാണ് ഒരു നല്ല ഭർത്താവാകുന്നതെന്ന്. കാത്തിരിക്കുന്നു. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മുത്തശ്ശി. ഗീതു സ്തംഭിച്ചു നിന്നുപോയി. ആദിത്യൻ ദേഷ്യം കൊണ്ട് മുറിയിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുകയായിരുന്നു. ഷീ പ്ലേഡ് മീ. സ്വന്തം മുത്തശ്ശി എന്നെ ചതിച്ചു. ആ. അവൻ അടുത്തുള്ള ഫ്ലവർ വേസ് എടുത്ത് നിലത്തെറിഞ്ഞുടച്ചു. ഇനി നമ്മളെന്തു ചെയ്യും? ഗീതു ഭയത്തോടെ ചോദിച്ചു. എന്തു ചെയ്യാൻ? ആ കിളവിയുടെ മുന്നിൽ പോയി അഭിനയിക്കുക. വേറെ വഴിയില്ലല്ലോ. അവൻ പല്ലിറുമ്മി. നമ്മൾ വിചാരിച്ചതിലും വലിയ കളിയാണ് അവർ കളിച്ചത്. ഇനി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. ഒരു ചെറിയ പിഴവുപോലും നമ്മുടെ കള്ളം പുറത്തു കൊണ്ടുവരും. അവർ ഇരുവരും പരസ്പരം നോക്കി. ഇതുവരെ വർമ്മ മാൻഷനിലെ ജോലിക്കാരുടെ മുന്നിൽ മാത്രമായിരുന്നു അഭിനയം.
ഇനി ആ കള്ളക്കളി കണ്ടുപിടിക്കാൻ കഴിവുള്ള കുശാഗ്രബുദ്ധിയായ ഒരു മുത്തശ്ശിയുടെ മുന്നിൽ 24 മണിക്കൂറും അഭിനയിക്കണം. കളി കൂടുതൽ അപകടകരമാവുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ അവർ വയനാട്ടിലേക്ക് യാത്ര തിരിച്ചു. നഗരത്തിന്റെ തിരക്കും ബഹളവും പിന്നിട്ട് അവരുടെ കാർ പച്ചപ്പ് നിറഞ്ഞ വഴികളിലേക്ക് കടന്നു. യാത്രയിലുടനീളം രണ്ടുപേരും നിശബ്ദരായിരുന്നു. ആദിത്യന്റെ മുഖത്ത് ദേഷ്യവും ഗീതുവിന്റെ മുഖത്ത് ആശങ്കയും നിഴലിച്ചു. വയനാട്ടിലെ കുന്നുകളും തേയിലത്തോട്ടങ്ങളും പിന്നിട്ട് ഒരു ചെറിയ ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്തുള്ള വർമ്മത്തറവാടിന്റെ മുന്നിൽ കാർ നിന്നു. ഓടിട്ട തടിയിൽ തീർത്ത കൊത്തുപണികളുള്ള പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്ന ഒരു വലിയ വീട്. അതിനു ചുറ്റും മനോഹരമായ പൂന്തോട്ടവും പച്ചക്കറിത്തോട്ടവും. അവർ കാറിൽ നിന്നിറങ്ങിയപ്പോൾ ഉമ്മറത്തെ ചാരുകസേരയിലിരുന്ന് ലക്ഷ്മി അമ്മ അവരെ നോക്കി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ ഒരു വിജയഭാവം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ആദിത്യന് തോന്നി. വാ മക്കളെ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. അവർ എഴുന്നേറ്റു. ആദിത്യന് ഇഷ്ടമില്ലാതെ അവരുടെ കാലിൽ തൊട്ട് വന്ദിച്ചു. ഗീതുവും അതുപോലെ ചെയ്തു. ക്ഷീണിച്ചില്ലേ, അകത്തേക്ക് വരൂ. അകത്തെത്തിയപ്പോൾ തറവാട്ടിലെ കാര്യസ്ഥനായ ഗോപാലൻ ചേട്ടൻ അവർക്ക് കുടിക്കാൻ ഇളനീർ നൽകി. ഗോപാല, മക്കളുടെ മുറി ഒരുക്കിയിട്ടില്ലേ? ലക്ഷ്മി അമ്മ ചോദിച്ചു. ഉവ്വമ്മേ, മുകളിലത്തെ തെക്കേ മുറി. അയ്യോ, തെക്കേ മുറിയോ? അത് ആദിത്യന് ചെറുപ്പത്തിലേ ഇഷ്ടമല്ലല്ലോ. അവന് കാറ്റും വെളിച്ചവുമുള്ള വടക്കേ മുറിയല്ലേ ഇഷ്ടം? ആ മുറി തന്നെ കൊടുക്ക്, മുത്തശ്ശി പറഞ്ഞു. ആദിത്യൻ ഞെട്ടി. തറവാട്ടിലെ ഏറ്റവും വലിയ മുറിയാണ് വടക്കേ മുറി, ഒറ്റമുറി. മുത്തശ്ശി, അത് ഞങ്ങൾ 2 മുറി, അവൻ പറയാൻ ശ്രമിച്ചു. അതെന്തിനാ മോനെ 2 മുറി? പുതിയതായി കല്യാണം കഴിഞ്ഞ പിള്ളേര് ഒരുമിച്ചല്ലേ കിടക്കേണ്ടത്? എന്റെയും നിന്റെ മുത്തശ്ശന്റെയും മുറിയായിരുന്നു അത്. ആ മുറിയിൽ താമസിക്കുമ്പോൾ നിങ്ങൾക്കിടയിൽ സ്നേഹം കൂടും, അവർ നിഷ്കളങ്കമായി പറഞ്ഞു. ആദിത്യനും ഗീതുവും നിസ്സഹായരായി പരസ്പരം നോക്കി. മുത്തശ്ശി ആദ്യത്തെ പണി തന്നുകഴിഞ്ഞു. അവർക്ക് ഒരുമിച്ച് ഒരു മുറിയിൽ താമസിക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ഒരേ മുറിയിലെ ജീവിതം അവർക്ക് പുതിയ വെല്ലുവിളിയായിരുന്നു. ആ വലിയ മുറിയുടെ ഒരറ്റത്ത് ആദിത്യനും മറ്റേ അറ്റത്ത് ഗീതുവും തങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിച്ചു. അവർക്കിടയിൽ വരയ്ക്കാത്ത ഒരു അതിർത്തിയുണ്ടായിരുന്നു. മുത്തശ്ശിയുടെ പരീക്ഷണങ്ങൾ അടുത്ത ദിവസം തന്നെ തുടങ്ങി. ഗീതുമോളെ പ്രഭാതഭക്ഷണം കഴിക്കുന്നതിനിടയിൽ മുത്തശ്ശി വിളിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് മോള് ആദിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും സ്പെഷ്യലായി ഉണ്ടാക്കണം. അവന് നിന്റെ കൈപുണ്യം എത്രത്തോളമുണ്ടെന്ന് ഞാനൊന്ന് അറിയട്ടെ. ഗീതു ഞെട്ടി. ആ ധിക്കാരിക്ക് എന്ത് ഭക്ഷണമാണ് ഇഷ്ടമെന്ന് അവൾക്കെങ്ങനെ അറിയാം? അവൾ സഹായത്തിനായി ആദിത്യനെ നോക്കി. അവൻ അവളെ കണ്ട് ഭാവം നടിക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. അടുക്കളയിൽ കയറിയ അവൾ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നു. മുത്തശ്ശി അടുത്തുതന്നെയുണ്ടായിരുന്നു. അവൾ പതുക്കെ പച്ചക്കറികൾ അരിയാൻ തുടങ്ങി. എന്താ മോളെ ആലോചിക്കുന്നത്? അവന് മീൻ വിഭവങ്ങളോടാണ് കൂടുതൽ ഇഷ്ടം, പ്രത്യേകിച്ച് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറി. അത് നീ വെക്കുന്നത് കാണാൻ അവൻ ഒരുപാട് ഇഷ്ടമായിരിക്കും. മുത്തശ്ശി ഒരു ക്ലൂ കൊടുത്തു. ഗീതുവിന് ആശ്വാസമായി. അവൾ നല്ലൊരു മീൻകറിയും ചോറും തയ്യാറാക്കി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ആദിത്യൻ മീൻകറി കൂട്ടിക്കഴിക്കുന്നത് കണ്ട് മുത്തശ്ശി ഗൂഢമായി പുഞ്ചിരിച്ചു. എങ്ങനെയുണ്ട് ആദിത്യ? കൊള്ളാം, അവൻ ഗീതുവിനെ നോക്കാതെ പറഞ്ഞു. പക്ഷേ അവന്റെ കണ്ണുകളിൽ ഒരു ചെറിയ തിളക്കമുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം മുത്തശ്ശി അവരുടെ പഴയ വിവാഹ ആൽബവുമായി വന്നു. ഇരിക്കു മക്കളെ, അവർ അവരെ അടുത്തേക്ക് വിളിച്ചു. ഓരോ താളുകൾ മറിക്കുമ്പോഴും അവർ തന്റെയും ഭർത്താവിന്റെയും പ്രണയകഥകൾ പറഞ്ഞു. സ്നേഹമെന്ന് പറയുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതല്ല, ചെറിയ ചെറിയ കരുതലുകളാണ്. ഒരു നോട്ടം, ഒരു വാക്ക്, അതിലൊക്കെയാണ് സ്നേഹം ഒളിഞ്ഞിരിക്കുന്നത്. അവരുടെ വാക്കുകൾ ആദിത്യന്റെയും ഗീതുവിന്റെയും ഹൃദയത്തിൽ തറച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു രാത്രി ആദിത്യന് കലശലായ പനി പിടിച്ചു. അവൻ വിറച്ച് പുതച്ചു മൂടിക്കിടന്നു. ഗീതു ഒരു നേഴ്സിന്റെ സഹജമായ വാസനയോടെ അവന്റെ അടുത്തേക്ക് ചെന്നു. നെറ്റിയിൽ തൊട്ടുനോക്കി. നല്ല ചൂടുണ്ടായിരുന്നു. അവൾ ഉടൻ തന്നെ തണുത്ത വെള്ളത്തിൽ തുണിമുക്കി അവന്റെ നെറ്റിയിലിട്ടുകൊടുത്തു. മരുന്ന് എടുത്തു നൽകി. രാത്രി മുഴുവൻ അവൾ ഉറങ്ങാതെ അവനരികിലിരുന്നു. പനിയുടെ മയക്കത്തിൽ ആദിത്യൻ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് തനിക്കുവേണ്ടി ഉറക്കമിളച്ചിരിക്കുന്ന ഗീതുവിനെയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു തനിക്കുവേണ്ടി ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവന്റെ അമ്മയ്ക്ക് പോലും അതിന് സമയം കിട്ടിയിരുന്നില്ല. അവന്റെ പരുക്കൻ ഹൃദയത്തിന്റെ കോണിൽ എവിടെയോ ഒരു നീരുറവ പൊട്ടുകയായിരുന്നു. അവനറിയാതെ അവളുടെ കൈയിൽ മെല്ലെ പിടിച്ചു. അവൾ ഞെട്ടിക്കൈ പിൻവലിച്ചില്ല. ആ സ്പർശനത്തിൽ അവരുടെ കരാറിന്റെ അതിർവരമ്പുകൾ മാഞ്ഞുപോകുന്നത് രണ്ടുപേരും അറിയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ജനലിന്റെ മറവിൽ നിന്ന് കണ്ടുകൊണ്ടു നിന്ന ലക്ഷ്മിയമ്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. തറവാട്ടിലെ ശാന്തമായ ദിനങ്ങൾക്കിടയിലേക്കാണ് ഒരു ദിവസം വിക്രം വർമ്മയുടെ കാർ പൊടിപറത്തിക്കൊണ്ടുവന്നത്.
മുത്തശ്ശിയെ കാണാനെന്ന വ്യാജേനയാണ് വരവെങ്കിലും അവന്റെ യഥാർത്ഥ ലക്ഷ്യം ആദിത്യനെയും ഗീതുവിനെയും നിരീക്ഷിക്കുകയായിരുന്നു. പാർട്ടിയിൽ വെച്ച് ഗീതു നൽകിയ മറുപടി അവന്റെ ഈഗോയെ വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു. ഈ ബന്ധത്തിൽ എന്തോ ഒരു ചീഞ്ഞുനാറ്റമുണ്ടെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. ഹോ, ഇതാണല്ലേ തറവാട്, നല്ല അന്തരീക്ഷം, റൊമാൻസിനൊക്കെ പറ്റിയ സ്ഥലം, അവൻ അകത്തേക്ക് വന്നുകൊണ്ടാക്കിയ ചിരിയോടെ പറഞ്ഞു. ആദിത്യൻ അവനെ രൂക്ഷമായി നോക്കി. നീയെന്താ ഇവിടെ? അതെന്താടാ, എനിക്കിവിടെ വന്നാൽ മുത്തശ്ശിയെ കാണാൻ വന്നതാ. പിന്നെ നിന്റെ പുതിയ ജീവിതം എങ്ങനെയുണ്ടെന്നറിയാനും ഒരാകാംക്ഷ. വിക്രമിന്റെ വരവ് വീട്ടിലെ അന്തരീക്ഷം മാറ്റി. അവൻ അവരോട് കുത്തിക്കുത്തി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്താ ഗീതു, ഹണിമൂണിനൊന്നും പോയില്ലേ? അതോ വയനാട്ടിൽ തന്നെയാണോ ഹണിമൂൺ? ഞങ്ങൾക്ക് യാത്രകളേക്കാൾ മുത്തശ്ശിയോടൊപ്പം സമയം ചെലവഴിക്കുന്നതാണിഷ്ടം, ഗീതു പതറാതെ മറുപടി പറഞ്ഞു. അവൻ ഗീതുവിനെ തനിച്ചു കിട്ടിയപ്പോൾ വീണ്ടും ചോദ്യങ്ങൾ തുടർന്നു. നിന്റെ വീട്ടുകാരെയൊന്നും ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. അവർക്ക് ഈ ബന്ധത്തിൽ താൽപ്പര്യമില്ലേ? അതോ അവരെയൊന്നും ഇങ്ങോട്ടടുപ്പിക്കാൻ ആദിക്ക് നാണക്കേടാണോ? എന്റെ അച്ഛന് സുഖമില്ലാത്തതുകൊണ്ടാണ് അവർ വരാത്തത്. ഉടൻ തന്നെ വരും. അവൾ ഒഴിഞ്ഞുമാറി. വിക്രമിന്റെ കുതന്ത്രങ്ങൾ അവിടെയും തീർന്നില്ല. ഒരു ദിവസം എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ അവൻ വിഷയം അവരുടെ പ്രണയത്തിലേക്ക് തിരിച്ചുവിട്ടു. ആദി, നീ ഗീതുവിനെ പ്രപ്പോസ് ചെയ്തത് എങ്ങനെയായിരുന്നു? സിനിമയിലൊക്കെ കാണുന്നതുപോലെ മുട്ടിലിരുന്ന് മോതിരമൊക്കെ കൊടുത്താണോ? ആദിത്യനും ഗീതുവും ഒരു നിമിഷം പതറി. അവർ അങ്ങനെയൊരു കഥ തയ്യാറാക്കിയിരുന്നില്ല. ആദിത്യൻ വിക്കി തുടങ്ങുന്നതിനു മുൻപ് ഗീതു സമർത്ഥമായി ഇടപെട്ടു. അതൊന്നും സിനിമയിലല്ലേ വിക്രമേട്ട നടക്കൂ. യഥാർത്ഥ സ്നേഹത്തിന് അത്തരം നാടകങ്ങളുടെ ആവശ്യമില്ല. ഒരു നോട്ടം മതി, ഒരു വാക്കുമതി പരസ്പരം മനസ്സിലാക്കാൻ. അല്ലേ ആദി? അവൾ സ്നേഹത്തോടെ ആദിത്യന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ ആ നോട്ടത്തിൽ, ആ ചോദ്യത്തിൽ ആദിത്യൻ ഒരു നിമിഷം സ്വയം മറന്നുപോയി. അവൻ അറിയാതെ തലയാട്ടി. അതെ, ഗീതു പറഞ്ഞതാണ് ശരി. അവരുടെ ആ കെമിസ്ട്രി കണ്ടപ്പോൾ വിക്രമിന് ഉത്തരം മുട്ടിപ്പോയെങ്കിലും അവന്റെ സംശയങ്ങൾ വർദ്ധിക്കുകയായിരുന്നു. അവൻ പോകുമ്പോൾ ആദിത്യനോട് പറഞ്ഞു, സൂക്ഷിച്ചോടാ, നിന്റെ ഈ സന്തോഷം അധികകാലം കാണില്ല. എന്തെങ്കിലും കള്ളത്തരം ഇതിന്റെ പിന്നിലുണ്ടെങ്കിൽ അത് ഞാൻ പുറത്തുകൊണ്ടുവരും. വിക്രം പോയപ്പോൾ ആദിത്യനും ഗീതുവിനും ആശ്വാസമായെങ്കിലും ഒരപകടം തൊട്ടുപിന്നാലെയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. തങ്ങളുടെ ശത്രുശക്തനാണെന്നും അവരെ വീഴ്ത്താൻ ഏതറ്റം വരെയും പോകുമെന്നും അവർ തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് അവരെ കൂടുതൽ അടുപ്പിച്ചു. അവർക്കിനി ഒരുമിച്ച് നിന്നേ മതിയാവൂ. വിക്രം പോയി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തറവാട്ടിലേക്ക് മറ്റൊരു അപ്രതീക്ഷിത അതിഥി കൂടിയെത്തി. ആധുനിക വസ്ത്രങ്ങൾ ധരിച്ച, ആത്മവിശ്വാസം തുളുമ്പുന്ന ഒരു യുവതി. നടാഷ, ആദിത്യന്റെ പഴയ കാമുകി. ആദു, ഡാർലിംഗ്. അവൾ ഓടിവന്ന് ആദിത്യനെ കെട്ടിപ്പിടിച്ചു. ആദിത്യൻ ഞെട്ടി അവളെ അടർത്തിമാറ്റി. നടാഷ, നീയെന്താ ഇവിടെ? ഞാൻ നിന്നെ കാണാൻ വന്നതാ. നിന്റെ കല്യാണം കഴിഞ്ഞെന്നൊക്കെ കേട്ടു. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. അവൾ ഗീതുവിനെ അടിമുടിയൊന്നു നോക്കി. ഓ, ഇതാണല്ലേ ആള്, ഒരു നാട്ടിൻ പുറത്തുകാരി. നിനക്കിതാണോ ആദി കിട്ടിയത്? അവളുടെ വാക്കുകളിൽ പുച്ഛം നിറഞ്ഞിരുന്നു. ഗീതുവിന്റെ മുഖം വിളറി. ആദിത്യൻ ദേഷ്യത്തോടെ നടാഷയുടെ നേരെ തിരിഞ്ഞു. മര്യാദയ്ക്ക് സംസാരിക്കണം. ഇവൾ ഗീതാഞ്ജലി, എന്റെ ഭാര്യ. അപ്പോഴേക്ക് മുത്തശ്ശി അങ്ങോട്ട് വന്നു. ആരാ ഇത്? നടാഷ മോളോ? വാ വാ, അകത്തേക്ക് വാ. ഞാൻ വിളിച്ചിട്ട് വന്നതാണോ? മുത്തശ്ശിയുടെ ചോദ്യം കേട്ട് ആദിത്യൻ അവരെ തുറിച്ചുനോക്കി. ഇത് മുത്തശ്ശിയുടെ അടുത്ത പരീക്ഷണമാണെന്ന് അവനു മനസ്സിലായി. നടാഷയുടെ സാന്നിധ്യം ഗീതുവിനെ വല്ലാതെ അസ്വസ്ഥയാക്കി. അവൾ ആദിത്യനോട് ചേർന്നു നിൽക്കാനും പഴയ കാര്യങ്ങൾ പറഞ്ഞ് ഗീതുവിനെ താഴ്ത്തിക്കെട്ടാനും നിരന്തരം ശ്രമിച്ചു. ആദി, ഓർമ്മയുണ്ടോ നമ്മൾ പാരീസിൽ പോയത്? സ്വിറ്റ്സർലൻഡിൽ വെച്ച് സ്കീയിങ് ചെയ്തത്? ഈ കുട്ടിക്കതൊക്കെ സ്വപ്നം കാണാൻ പറ്റുമോ? അവൾ പരിഹസിച്ചു. ഗീതു ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോയി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾ ആദിത്യന്റെ ലോകത്തിന് ചേർന്നവളല്ലെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങി. താനൊരു അഭിനയം മാത്രമാണെന്ന സത്യം അവളെ വേദനിപ്പിച്ചു. അന്ന് രാത്രി നടാഷ പോയതിനുശേഷം മുറിയിൽ വലിയൊരു നിശബ്ദത തളംകെട്ടി നിന്നു. നീ എന്തിനാ അതൊക്കെ കേട്ട് വിഷമിക്കുന്നത്? ആദിത്യൻ ഒടുവിൽ മൗനം ഭേദിച്ചു. അവളൊരധ്യായം കഴിഞ്ഞതാണെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരുപാടകലമില്ലല്ലോ. നിങ്ങളുടെ ലോകം ഒന്നാണ്. ഞാനതിൽ ഒരു അധികപ്പറ്റാണ്. ഗീതുവിന്റെ ശബ്ദം ഇടറി. ആദിത്യൻ അവളുടെ അടുത്തേക്ക് വന്നു. ഗീതു, എന്റെ ലോകം ഏതായിരുന്നു എന്നതിലല്ല കാര്യം, ഇപ്പോൾ ഏതാണെന്നതിലാണ്. ഇപ്പോൾ നീയാണ് എന്റെ ലോകം. അവൻ പറഞ്ഞത് പൂർണ്ണമായ സത്യമല്ലെങ്കിലും അതിലൊരു ആത്മാർത്ഥതയുടെ കണികയുണ്ടായിരുന്നു. അവൻ ഗീതുവിന്റെ തോളിൽ കൈവച്ചു. നടാഷയെ ഇങ്ങോട്ട് ക്ഷണിച്ചത് മുത്തശ്ശിയാണ്, നമ്മളെ പരീക്ഷിക്കാൻ.
നമ്മൾ തോറ്റുകൊടുക്കരുത്. അവന്റെ വാക്കുകൾ അവൾക്ക് ആശ്വാസം നൽകി. താൻ ഒറ്റയ്ക്കല്ലെന്ന തോന്നൽ അവളിൽ ശക്തമായി. നടാഷയുടെ വരവ് വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്. അത് ആദിത്യനെയും ഗീതുവിനെയും കൂടുതൽ അടുപ്പിച്ചു. ഒരു പൊതുശത്രുവിനെ നേരിടുന്നവരെപ്പോലെ അവർ ഒരു ടീമായി മാറി. ഒരു രാത്രി പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മുറിയിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആദിത്യൻ സംസാരിച്ചു തുടങ്ങി. എന്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് നിനക്കെന്തറിയാം? ഗീതു ഒന്നും മിണ്ടിയില്ല. അവർക്ക് ബിസിനസ് മാത്രമായിരുന്നു ലോകം. പണം, പാർട്ടികൾ, പ്രശസ്തി. അതിനിടയിൽ അവർക്ക് സ്വന്തം മകനെ ഓർക്കാൻ സമയം കിട്ടിയില്ല. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ വളർന്നത് ആയമാരുടെ കൂടെയാണ്. സ്നേഹമെന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടായിരിക്കാം എനിക്കാരോടും സ്നേഹം തോന്നാത്തത്, ഒരു ബന്ധങ്ങളിലും വിശ്വാസമില്ലാത്തത്. ആദ്യമായി ആദിത്യൻ തന്റെ ഉള്ളു തുറക്കുകയായിരുന്നു. അവന്റെ ശബ്ദത്തിലെ വേദന ഗീതു തിരിച്ചറിഞ്ഞു. പുറമെ കാണുന്ന ധിക്കാരിയായ കോടീശ്വരനല്ല, ഉള്ളിൽ സ്നേഹത്തിനുവേണ്ടി ദാഹിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് അവനെന്ന് അവൾ മനസ്സിലാക്കി. എന്റെ മുത്തശ്ശി മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ മുത്തശ്ശിക്കും ബിസിനസ് തിരക്കുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായത്. ഒരു ഉത്തരവാദിത്വവുമില്ലാത്തവൻ. അവൻ പുച്ഛത്തോടെ ചിരിച്ചു. അങ്ങനെയല്ല, ഗീതു ആദ്യമായി അവനെ തിരുത്തി. നിങ്ങൾ അങ്ങനെയൊരു മനുഷ്യനല്ല. നിങ്ങളുടെ ഉള്ളിൽ നല്ലൊരു മനസ്സുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടത്. അവളുടെ വാക്കുകൾ അവനെ അത്ഭുതപ്പെടുത്തി. അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. ഇനി നീ പറ, നിന്റെ സ്വപ്നമെന്താണ്? അവൾ ഒരു നിമിഷം മടിച്ചു. പിന്നെ പറഞ്ഞു, എനിക്കൊരു ചെറിയ ക്ലിനിക്ക് തുടങ്ങണം, പാവപ്പെട്ടവരെ സഹായിക്കാൻ. എന്റെ അച്ഛനെപ്പോലെ പണമില്ലാത്തതുകൊണ്ട് ചികിത്സ കിട്ടാതെ ആരും വിഷമിക്കരുത്. അവളുടെ കണ്ണുകളിലെ തിളക്കം അവൻ ശ്രദ്ധിച്ചു. അവളുടെ സ്വപ്നങ്ങൾക്ക് പണത്തേക്കാൾ മൂല്യമുണ്ടെന്ന് അവന് തോന്നി. നമ്മുടെ കരാർ കഴിയുമ്പോൾ നിന്റെ സ്വപ്നം ഞാൻ നടത്തിത്തരും, അവൻ പറഞ്ഞു. വേണ്ട, അവൾ പെട്ടെന്ന് പറഞ്ഞു. എന്റെ സ്വപ്നം ഞാൻ എന്റെ അധ്വാനം കൊണ്ട് നേടും. അതാണ് അതിന്റെ വിജയം. അവളുടെ ആത്മാഭിമാനം അവനെ വീണ്ടും ആകർഷിച്ചു. ആ രാത്രി അവർക്കിടയിലെ കരാറിന്റെ മതിലുകൾ പൂർണ്ണമായും തകർന്നു വീഴുകയായിരുന്നു. പകരം പരസ്പര ബഹുമാനത്തിന്റെയും മനസ്സിലാക്കലിന്റെയും ഒരു പാലം പണിയപ്പെട്ടു. അടുത്തയാഴ്ച ഗ്രാമത്തിലെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. ചെണ്ടമേളവും തെയ്യവും കഥകളിയുമൊക്കെയായി നാടാകെ ആഘോഷത്തിമിർപ്പിലായിരുന്നു. മക്കളെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഉത്സവത്തിന് പോയിട്ട് വാ, മുത്തശ്ശി അവരോട് പറഞ്ഞു. ആദിത്യന് ഒട്ടും താൽപ്പര്യമുണ്ടായിരുന്നില്ല. മുത്തശ്ശി, ഈ ബഹളത്തിലേക്കൊന്നും നീ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്, ഗീതു കൂടെയില്ലേ? അവൾക്ക് നാടും രീതികളുമൊക്കെ കാണിച്ചുകൊടുക്ക്. നല്ല ഭർത്താക്കന്മാർ അങ്ങനെയൊക്കെയാണ്, മുത്തശ്ശി ചിരിയോടെ പറഞ്ഞു. അവർക്ക് പോകാതിരിക്കാനായില്ല. ഗീതു മനോഹരമായ ഒരു പട്ടുപാവാടയും ബ്ലൗസും അണിഞ്ഞു. മുല്ലപ്പൂ ചൂടി. ആദിത്യൻ ഒരു വെള്ളമുണ്ടും ഷർട്ടും ധരിച്ചു. കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവനവനെ തന്നെ അപരിചിതമായി തോന്നി. അവർ ഒരുമിച്ച് ഉത്സവപ്പറമ്പിലൂടെ നടന്നു. ആൾക്കൂട്ടവും ബഹളവും അവനെ ശ്വാസം മുട്ടിച്ചെങ്കിലും ഗീതുവിന്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ അവനതെല്ലാം മറന്നു. അവൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഓരോ കാഴ്ചകളും കണ്ട് അത്ഭുതപ്പെട്ടു. അയ്യോ, അങ്ങോട്ട് നോക്കിയേ! കഥകളി അവൾ അവന്റെ കൈയിൽ പിടിച്ചു വലിച്ചു. അവൻ അവൾക്ക് വളകൾ വാങ്ങിക്കൊടുത്തു. അവളുടെ കൈകളിൽ അത് അണിയിക്കുമ്പോൾ അവന്റെ വിരലുകൾ വിറച്ചു. അവൾക്കുവേണ്ടി ഒരു മാല വാങ്ങി അവളുടെ കഴുത്തിലണിയിച്ചു. ആ നിമിഷങ്ങളിൽ അവർ തങ്ങൾ അഭിനയിക്കുകയാണെന്ന കാര്യം മറന്നുപോയിരുന്നു. തിരക്കിനിടയിൽ ആരോ ഗീതുവിന്റെ ദേഹത്ത് മനഃപൂർവ്വം തട്ടി. അവൾ ഞെട്ടി നിലവിളിച്ചു. അടുത്ത നിമിഷം ആദിത്യനൊരു പുലിയെപ്പോലെ ആ മനുഷ്യന്റെ കോളറിൽ പിടിച്ചിരുന്നു. ധൈര്യമുണ്ടെങ്കിൽ ഒന്നുകൂടി അവളെ തൊടടാ, അവൻ ആക്രോശിച്ചു. അവന്റെ ഒരൊറ്റ അടിയിൽ ആ മനുഷ്യൻ നിലത്തു വീണു. എന്റെ ഭാര്യയെ തൊടാൻ മാത്രം വളർന്നോടാ നീ? ആദിത്യൻ അലറി. ചുറ്റും കൂടിയ ആളുകൾ അവരെ തുറച്ചുനോക്കി. ഗീതു പേടിച്ച് അവന്റെ കൈയിൽ പിടിച്ചു. വേണ്ട ആദി, നമുക്ക് പോകാം. അവളുടെ ശബ്ദം കേട്ടാണ് അവന് ബോധം വന്നത്. അവൻ ചെയ്തതെന്താണെന്നോർത്തപ്പോൾ അവന് തന്നെ അത്ഭുതം തോന്നി. എന്റെ ഭാര്യ എന്ന വാക്ക് അവന്റെ ഹൃദയത്തിൽ നിന്നാണ് വന്നത്. അവൻ അവളെയും കൊണ്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് നടന്നു. വയനാട്ടിൽ ആദിത്യനും ഗീതുവും അറിയാതെ മറ്റൊരു നാടകം അരങ്ങേറുകയായിരുന്നു. വിക്രം വർമ്മ തന്റെ അന്വേഷണം ഗീതുവിന്റെ നാട്ടിലേക്ക് വ്യാപിപ്പിച്ചിരുന്നു. അവൻ അവളുടെ വീട് കണ്ടെത്തി. ഒരു ദിവസം രാവിലെ അവൻ ഗീതുവിന്റെ വീട്ടിലെത്തി. അവളുടെ അമ്മയും അനിയനും മാത്രമേ അവിടെയുണ്ടായിരുന്നുള്ളൂ. ഞാൻ ആദിത്യന്റെ കസിനാണ്. ഗീതുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് നേരിട്ട് വന്ന് ആശംസകൾ അറിയിക്കാമെന്ന് കരുതി അവൻ സൗമ്യനായി സംസാരിച്ചു തുടങ്ങി. അവന്റെ പെരുമാറ്റത്തിൽ അവർ വീണുപോയി. അവൻ അവർക്ക് വില കൂടിയ സമ്മാനങ്ങൾ നൽകി. സംസാരത്തിനിടയിൽ അവൻ തന്ത്രപരമായി അച്ഛന്റെ ഓപ്പറേഷന്റെ കാര്യം വിഷയമാക്കി. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞെന്ന് അറിഞ്ഞു. ഒരുപാട് പണം വേണ്ടിവന്നില്ലേ? ആദ്യം ഒരുപാട് സഹായിച്ചു കാണും, അല്ലേ?
അതെ മോനെ, ദൈവം പോലെ അവനാ പണം തന്നത്, അമ്മ പറഞ്ഞു. വിക്രമിന്റെ ചുണ്ടിൽ ഒരു ക്രൂരമായ ചിരി വിരിഞ്ഞു. അവൻ തന്നതല്ല അമ്മേ, നിങ്ങളുടെ മകളുടെ വിലയാണത്. 1 വർഷത്തേക്ക് അവന്റെ ഭാര്യയായി അഭിനയിക്കാൻ അവൾ വാങ്ങിയ വില 1 കോടി രൂപ. അതൊരു ഇടിത്തീ പോലെയാണ് ആ അമ്മയുടെയും മകന്റെയും കാതുകളിൽ പതിച്ചത്. അവർക്ക് വിശ്വസിക്കാനായില്ല. അല്ല, എന്റെ മോൾ അങ്ങനെയൊന്നും ചെയ്യില്ല. അമ്മ കരയാൻ തുടങ്ങി. വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, പക്ഷേ ഇതാണ് സത്യം. വർമ്മ ഗ്രൂപ്പിന്റെ സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടിയുള്ള ഒരു നാടകം മാത്രമാണിത്. നിങ്ങളുടെ മകൾ പണത്തിനുവേണ്ടി നിങ്ങളെയും ചതിച്ചു. അവനൊരു വിഷസർപ്പത്തെപ്പോലെ അവരുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചു. അവൻ പോയതിനുശേഷം ആ വീട് ഒരു മരണവീട് പോലെയായി. അമ്മയുടെ കരച്ചിൽ കണ്ട് ഗീതുവിന്റെ അനിയൻ അവളെ വിളിച്ചു. ചേച്ചി, ഇവിടെ വന്ന ആൾ പറഞ്ഞതൊക്കെ സത്യമാണോ? ചേച്ചി ഞങ്ങളെ വിൽക്കുകയായിരുന്നോ? അവന്റെ ചോദ്യം ഒരു ശരം പോലെ ഗീതുവിന്റെ ഹൃദയത്തിൽ തുളച്ചു കയറി. അവൾക്ക് മറുപടി പറയാൻ വാക്കുകൾ കിട്ടിയില്ല. ഫോൺ കയ്യിൽ നിന്ന് താഴെ വീണു. അവൾ തളർന്നിരുന്നുപോയി. അവളുടെ കരച്ചിൽ കേട്ട് ആദിത്യൻ ഓടിവന്നു. ഗീതു, എന്തുപറ്റി? ആരാ വിളിച്ചത്? അവൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവൻ അവളുടെ ഫോൺ എടുത്ത് കോൾ ലിസ്റ്റ് നോക്കി. വീട്ടിൽ നിന്നാണ് കോൾ വന്നതെന്ന് കണ്ടപ്പോൾ അവന് കാര്യം മനസ്സിലായി. വിക്രം. അവൻ പല്ലിറുമി. അവൻ തളർന്നിരിക്കുന്ന ഗീതുവിന്റെ അടുത്തേക്ക് ചെന്നു. ആദ്യമായി അവരുടെ കരാറിലെ എല്ലാ വ്യവസ്ഥകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് അവൻ അവളെ ഇരുകൈകൾ കൊണ്ടും ചേർത്തുപിടിച്ചു. അവളുടെ തല അവന്റെ നെഞ്ചിൽ ചേർത്തുവെച്ചു. കരയണ്ട, ഞാൻ കൂടെയുണ്ട്. എന്തു പ്രശ്നമുണ്ടായാലും നമ്മൾ ഒരുമിച്ച് നേരിടും. ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. അവന്റെ നെഞ്ചിൽ കിടന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. ആ നിമിഷം അഭിനയത്തിന്റെ അവസാനത്തെ തിരശീലയും വീണു. അവരുടെ ഹൃദയങ്ങൾ ഒന്നായിത്തീരുകയായിരുന്നു. ആദിത്യന്റെ നെഞ്ചിൽ കിടന്ന് കരഞ്ഞു തളർന്ന ഗീതു പതിയെ ശാന്തയായി. അവന്റെ സാമീപ്യം അവൾക്ക് നൽകിയ ധൈര്യം ചെറുതായിരുന്നില്ല. നമ്മൾ എന്റെ വീട്ടിലേക്ക് പോകണം, അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കവരോട് എല്ലാം തുറന്നു പറയണം. അവരെ ഇനിയും തെറ്റിദ്ധാരണയിൽ നിർത്താൻ എനിക്ക് കഴിയില്ല. ആദിത്യൻ അവളുടെ മുഖം കൈകളിലെടുത്തു. നമ്മൾ പോകും, ഒരുമിച്ച് പോകും. എല്ലാത്തിനും ഉത്തരം നമ്മൾ ഒരുമിച്ച് നൽകും. അവരുടെ സംഭാഷണം വാതിലിന്റെ മറവിൽ നിന്ന് കേൾക്കുകയായിരുന്ന ലക്ഷ്മി അമ്മയുടെ ഹൃദയം നിറഞ്ഞു. വിക്രമിന്റെ നീക്കം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷേ അത് തന്റെ കുട്ടികളെ കൂടുതൽ ഒന്നിപ്പിച്ചതിൽ അവർക്ക് സന്തോഷം തോന്നി. അവർ മുറിയിലേക്ക് കടന്നുവന്നു. നിങ്ങൾ പോകണം മക്കളെ. സത്യം എത്രയും പെട്ടെന്ന് അവർ അറിയുന്നതാണ് നല്ലത്. തെറ്റിദ്ധാരണകൾ ബന്ധങ്ങളെ നശിപ്പിക്കും. മുത്തശ്ശി, എല്ലാം അറിഞ്ഞിരുന്നല്ലേ? ഗീതു ചോദിച്ചു. ഉവ്വ് മോളെ, നിങ്ങളുടെ ഓരോ നോട്ടവും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അഭിനയത്തിനുമപ്പുറം നിങ്ങളുടെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ പോകേണ്ട സമയമാണ്. പോയി നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കൂ. അന്ന് ഉച്ചയ്ക്ക് തന്നെ അവർ ഗീതുവിന്റെ വീട്ടിലേക്ക് തിരിച്ചു. ആ ചെറിയ വീടിന്റെ മുന്നിൽ കാർ ചെന്നു നിന്നപ്പോൾ ഗീതുവിന്റെ നെഞ്ചു പിടച്ചു. ആ വീട് മൂകമായിരുന്നു. വാതിൽ തുറന്നത് അവളുടെ അമ്മയായിരുന്നു. ഗീതുവിനെ കണ്ടതും അവരുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. എന്നാൽ അവൾക്കൊപ്പം കൈപിടിച്ചു നിൽക്കുന്ന ആദിത്യനെ കണ്ടപ്പോൾ അവർ ഒരു നിമിഷം പകച്ചു. എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുത്തിയിട്ട് നിനക്ക് മതിയായില്ലേ? അമ്മയുടെ ശബ്ദം വിറച്ചു. അമ്മേ, ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. പണത്തിനുവേണ്ടി സ്വന്തം ജീവിതം വിൽക്കാൻ മാത്രം നീ വളർന്നോ? അകത്ത് കട്ടിലിൽ കിടക്കുകയായിരുന്ന അച്ഛൻ അവരുടെ ശബ്ദം കേട്ട് എഴുന്നേറ്റിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ വേദനയും നിരാശയും നിറഞ്ഞിരുന്നു. ഗീതുവിന്റെ അനിയൻ അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് മുറിയുടെ ഒരു കോണിൽ നിന്നു. അവർ ഒരു കുറ്റവാളിയെപ്പോലെ തലകുനിച്ചു നിന്നു. ആദിത്യൻ മുന്നോട്ടു വന്നു. അമ്മേ, ഇതിൽ ഗീതുവിനൊരു തെറ്റുമില്ല. എല്ലാ തെറ്റും എന്റേതാണ്. മുറിയിൽ തങ്ങി നിന്ന നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ആദിത്യൻ സംസാരിച്ചു തുടങ്ങി. നിങ്ങളുടെ മകളെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടത് ഞാനാണ്. എന്റെ സ്വാർത്ഥതയ്ക്കു വേണ്ടി, എന്റെ സ്വത്തുക്കൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ അവളെ നിർബന്ധിക്കുകയായിരുന്നു. അവളുടെ നിസ്സഹായത ഞാൻ മുതലെടുത്തു. അച്ഛന്റെ ഓപ്പറേഷന്റെ കാര്യം പറഞ്ഞ് ഞാൻ അവളെ ഭീഷണിപ്പെടുത്തി. അവൻ പറഞ്ഞ ഓരോ വാക്കും കേട്ട് ഗീതുവിന്റെ വീട്ടുകാർ ഞെട്ടി. ഈ കരാറിന് സമ്മതിക്കുകയല്ലാതെ അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു. പക്ഷേ അവൾ നിങ്ങളുടെ മുന്നിൽ തലകുനിക്കാൻ ഇടവരുത്തിയത് എന്റെ തെറ്റാണ്. അതിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. അവൻ അവരുടെ മുന്നിൽ കൈകൂപ്പി. തുടക്കത്തിൽ ഇതൊരു കരാർ മാത്രമായിരുന്നു, ഒരു അഭിനയം. പക്ഷേ ഗീതുവിനോടൊപ്പം ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് ഞാൻ ജീവിതമെന്താണെന്ന് പഠിച്ചത്, സ്നേഹമെന്താണെന്നറിഞ്ഞത്. അവളുടെ നന്മയും സ്നേഹവും ആത്മാഭിമാനവും എന്നെ മാറ്റിമറിച്ചു. ഇപ്പോൾ എനിക്ക് എന്റെ സ്വത്തിനേക്കാൾ വലുത് അവളാണ്. അവൻ ഗീതുവിന്റെ നേരെ തിരിഞ്ഞ് അവളുടെ കൈകൾ പിടിച്ചു. ഗീതു, എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ ചോദിക്കുകയാണ്. ഇതുവരെ നമ്മൾ അഭിനയിക്കുകയായിരുന്നു.
പക്ഷേ ഇനി എനിക്ക് അഭിനയിക്കാൻ വയ്യ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്റെ ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ ജീവിക്കാൻ, എന്റെ ഭാര്യയായി വരാൻ നിനക്ക് സമ്മതമാണോ? അവന്റെ കണ്ണുകളിലെ ആത്മാർത്ഥത കണ്ട് ഗീതുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ അവൾ അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അവളുടെ മൗനം സമ്മതമായിരുന്നു. അമ്മേ, അച്ഛാ, ഞാൻ നിങ്ങളുടെ മകളെ പൊന്നുപോലെ നോക്കിക്കോളാം. ഒരിക്കലും അവളുടെ കണ്ണു നനയാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങൾക്കൊരു അവസരം തരണം. ഗീതുവിന്റെ അച്ഛനൊന്നും മിണ്ടാതെ അവരെ നോക്കി. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റ് വീശുകയായിരുന്നു. ഗീതുവിന്റെ കുടുംബം എന്തു പറയണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിലായിരിക്കുമ്പോഴാണ് ആ വീടിന്റെ മുറ്റത്ത് മറ്റൊരു കാർ വന്നു നിന്നത്. അതിൽ നിന്നിറങ്ങിവന്ന ലക്ഷ്മി അമ്മയെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. അവർ നേരെ അകത്തേക്ക് വന്നു. എന്റെ കുട്ടികൾ കാരണം നിങ്ങൾക്കുണ്ടായ വിഷമത്തിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അവർ ഗീതുവിന്റെ അച്ഛനോടും അമ്മയോടും കൈകൂപ്പി. ഈ നാടകങ്ങളെല്ലാം ഒരുക്കിയത് ഞാനാണ്. എന്റെ പേരക്കുട്ടിയെ നേർവഴിക്ക് നടത്താൻ ഞാൻ കണ്ടെത്തിയ ഒരു വഴി. അവൻ പണത്തിന്റെ അഹങ്കാരത്തിൽ സ്നേഹബന്ധങ്ങളുടെ വിലയറിയാതെ പോകുന്നത് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവനൊരു നല്ല ജീവിത പങ്കാളിയെ വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ അന്വേഷണമാണ് എന്നെ ഗീതു മോളിലെത്തിച്ചത്. അവർ ഗീതുവിന്റെ അടുത്തേക്ക് ചെന്നു. ആദ്യമായി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇവളാണ് എന്റെ ആദിത്യന് ചേർന്ന കുട്ടിയെന്ന്. അവളുടെ ക്ഷമയും സ്നേഹവും എന്റെ മോനെ മാറ്റിയെടുക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്റെ മരണവാർത്ത എന്ന കള്ളം പറഞ്ഞതും വിൽപ്പത്രത്തിൽ അങ്ങനെയൊരു വ്യവസ്ഥ വെച്ചതും. എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല. അവർ പരസ്പരം സ്നേഹിച്ചു തുടങ്ങി. ആദിത്യനിപ്പോൾ പഴയ ആളല്ല. അവൻ സ്നേഹിക്കാൻ പഠിച്ചു, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ പഠിച്ചു. നിങ്ങളുടെ മകൾ ഒരു കരാറിനും സമ്മതിച്ചതല്ല. അവൾ എന്റെ പേരക്കുട്ടിയുടെ ജീവിതം നേരെയാക്കാൻ സഹായിക്കുകയായിരുന്നു. അതിന് ഞാൻ അവളോട് കടപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങളുടെയെല്ലാം സമ്മതത്തോടെ എന്റെ പേരക്കുട്ടിയുടെ യഥാർത്ഥ ഭാര്യയായി, വർമ്മ കുടുംബത്തിന്റെ നിലവിളക്കായി ഗീതുമോളെ ഞങ്ങൾക്ക് തരണം. മുത്തശ്ശിയുടെ വാക്കുകളിലെ സത്യസന്ധതയും സ്നേഹവും അവരുടെയെല്ലാം ഹൃദയത്തിൽ തൊട്ടു. ഗീതുവിന്റെ അച്ഛൻ പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. അദ്ദേഹം ആദിത്യന്റെയും ഗീതുവിന്റെയും അടുത്തേക്ക് വന്നു. അവരുടെ കൈകൾ ഒരുമിച്ച് ചേർത്തുവെച്ചു. എന്റെ മകളെ കരയിപ്പിക്കരുത്, അദ്ദേഹത്തിന്റെ ശബ്ദമിടറി. അവൾ സന്തോഷമായിരുന്നാൽ മാത്രം മതി എനിക്ക്. അതൊരു സമ്മതമായിരുന്നു. എല്ലാവരുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഗീതുവിന്റെ അമ്മ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ അനിയൻ ആദിത്യന്റെ കൈപിടിച്ച് ചിരിച്ചു. വിക്രമിന്റെ കുതന്ത്രം അവരെ തകർക്കുകയല്ല, പകരം എന്നേക്കുമായി ഒന്നിപ്പിക്കുകയാണ് ചെയ്തത്. അവർ തറവാട്ടിലേക്ക് മടങ്ങുമ്പോൾ കാറിലെ നിശബ്ദതയ്ക്ക് സ്നേഹത്തിന്റെ സുഗന്ധമുണ്ടായിരുന്നു. തറവാട്ടിലെത്തിയപ്പോൾ ആദിത്യൻ ഗീതുവിന്റെ കൈപിടിച്ച് അവരുടെ മുറിയിലേക്ക് നടന്നു. ഇനി ഈ മുറിയിൽ അതിർവരമ്പുകളില്ല ഗീതു, നമ്മൾ മാത്രമേയുള്ളൂ. അവൻ അവളെ തന്നിലേക്ക് ചേർത്തണച്ചു. പുറത്ത് അവരുടെ സന്തോഷം കണ്ട് ലക്ഷ്മി അമ്മയുടെ കണ്ണുകൾ ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. അവരുടെ പ്രാർത്ഥന ഫലം കണ്ടിരിക്കുന്നു. അന്നുമുതൽ വർമ്മത്തറവാട്ടിൽ ഒരു പുതിയ അധ്യായം ആരംഭിച്ചു. അഭിനയത്തിന്റെ മുഖംമൂടികളില്ലാതെ ഹൃദയം കൊണ്ടൊന്നായ ആദിത്യന്റെയും ഗീതുവിന്റെയും പ്രണയത്തിന്റെ അധ്യായം.